റൈറ്റ്, നമുക്ക് തുടങ്ങാം. അടുത്ത ക്ലാസ് നമ്മൾ ലാസ്റ്റ് വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മൊഡ്യൂൾ 3-ലെ ഡാറ്റ അനാലിസിസ്, അതായത് ഇനോർഗാനിക് കെമിസ്ട്രിയിലെ ഡാറ്റ അനാലിസിസ്. അപ്പൊ അതില് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ് ഫണ്ടമെന്റൽ, എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അതായത് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് നമ്മൾ പറയുന്നത്. അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഫണ്ടമെന്റലും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് മറ്റുള്ള ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതിനെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഡിറൈവ്ഡ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് എന്ന് പറയുന്നത് മറ്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് പറഞ്ഞു നമ്മൾ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് പറഞ്ഞത് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡിനെയാണ് ശരിക്കും നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിസിക്കൽ ഈ സ്റ്റാൻഡേർഡ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന് ചില ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, അതായത് അതിന് ക്ലിയർ ഒരു ഡെഫിനിഷൻ വേണം, അത് ഇൻവേരിയബിൾ ആയിരിക്കണം, കണ്ടീഷൻസ് അനുസരിച്ച് അത് മാറാൻ പാടില്ല, ആൻഡ് അതുപോലെ അത് മെഷർ ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് എളുപ്പമായിരിക്കണം, ഈസിലി അവൈലബിൾ ആയിരിക്കണം അത് മെഷർ ചെയ്യാൻ എന്നൊക്കെ. അപ്പൊ അങ്ങനത്തെ ഇതിനെയാണ് ഈ നമ്മള് യൂണിറ്റ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ സെലക്ട് ചെയ്യും, അതിനെയാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്. മെഷർമെന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ അതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെഷർമെന്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിനെയാണ്, അപ്പൊ ഈ യൂണിറ്റിന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആയിട്ടാണ് നമ്മൾ ആ ക്വാണ്ടിറ്റിയെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെയാണ്, അതെങ്ങനെ ആ കമ്പാരിസണെയാണ് ശരിക്കും നമ്മൾ മെഷർമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സാധനത്തിന്റെ ലെങ്ത് 5 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 സെന്റിമീറ്ററിനെക്കാളും 5 ടൈംസ് കൂടുതലാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ നമ്മൾ 5 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ 2 കിലോമീറ്റർ ഡിസ്റ്റൻസ്, 2 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്ററിന്റെ ഇരട്ടി, 2 into 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ എന്ന് അങ്ങനെ. അപ്പൊ ഒരു കമ്പാരിസൺ ആയിട്ട്, അതായത് ഒരു സ്റ്റാൻഡേർഡിന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആയിട്ട് 0.5, 0.7 അങ്ങനെയൊക്കെ രീതിയിലാണ് നമ്മൾ ഇതിനെയാണ് നമ്മൾ മെഷർമെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി യൂണിറ്റ്സ് തന്നെ നമ്മൾ മറ്റേ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫണ്ടമെന്റലും ഡിറൈവ്ഡ് പോലെ യൂണിറ്റ്സും ഫണ്ടമെന്റലും ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഫണ്ടമെന്റൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ടൈം, ഈ ലെങ്ത്, മാസ്, ടൈം ഒക്കെ ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ വരും. ഡിറൈവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ്സ് ആണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്, ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ഫോഴ്സ് ഇൻ ന്യൂട്ടൺ, അതായത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ അതിനെയൊക്കെ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയും. മറ്റേത് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് നമ്മൾ പറയും. പിന്നെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. കുറെ ഫണ്ടമെന്റലും ഡിറൈവ്ഡ് യൂണിറ്റ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ലോകത്തിന്റെ പല ഭാഗത്തും പല സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് CGS സിസ്റ്റം ഉണ്ട്, CGS എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. പിന്നെ FPS സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ട്, MKS സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പല ഭാഗത്ത് പല സിസ്റ്റം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ഉണ്ടാകും. ഒരാൾ ഒരു രാജ്യത്ത് പറയുന്ന സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അല്ല മറ്റൊരാൾ വേറൊരു രാജ്യത്ത് പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ലീഡ് ടു എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് കൺഫ്യൂഷൻ യു അഡോപ്റ്റഡ് എ സ്റ്റാൻഡേർഡ് ഫോർ ദി സിസ്റ്റം ഓഫ് യൂണിറ്റ്. സ്റ്റാൻഡേർഡ് നമ്മൾ സെലക്ട് ചെയ്തു. ആ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്, അതർവൈസ് നോൺ ആസ് ദി SI യൂണിറ്റ്സ്. അപ്പൊ SI യൂണിറ്റ്സിൽ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ സെലക്ട് ചെയ്ത് അതിനെയാണ് നമ്മൾ SI. അപ്പൊ ലോകത്തെ എല്ലാ രാജ്യത്തും ഈ SI യൂണിറ്റ്സ് ആയിട്ട് ഉപയോഗിക്കേണ്ട എന്നുള്ള ഒരു ക്രൈറ്റീരിയ വന്നു. അപ്പൊ അതാണ് SI സ്റ്റാൻഡേർഡ്, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അതിന്റെ ചുരുക്കമാണ് SI എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ശരിക്കും 7 ഫിസിക്കൽ യൂണിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് SI യൂണിറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് ലെങ്ത് മീറ്ററിൽ, മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്സ്, ഇലക്ട്രിക് കറന്റ് ആംപിയർ, ടെമ്പറേച്ചർ ഇൻ കെൽവിൻ, ലൂമിനസ് ഇന്റൻസിറ്റി ഇൻ കാൻഡല ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഇസ് മോൾ. അപ്പൊ ഈ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്ന അതിന്റെ യൂണിറ്റ്സ് ആണ് ഇത്. പിന്നെ ബാക്കിയെല്ലാം ഡിറൈവ്ഡ് ആണ്. ഇതിൽ പെടാത്ത ബാക്കിയെല്ലാം ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് നമ്മൾ പറയും. പിന്നെ ഇതിനെ യൂണിറ്റ്സിന് നമ്മൾ ചിലപ്പോൾ മൾട്ടിപ്പിൾസ്, ഇപ്പൊ കുറെ 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ സബ് മൾട്ടിപ്പിൾസ് ഒക്കെ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം.
ഈ സബ് മൾട്ടിപ്പിൾസ് നമ്മൾ ഓരോ പേര് വിളിക്കും. 10⁻⁻1 ഡെസിമീറ്റർ, 10⁻⁻2 സെന്റിമീറ്റർ, 10⁻⁻3 മില്ലിമീറ്റർ, അങ്ങനെ 10⁻⁻6 മൈക്രോമീറ്റർ. അതേപോലെ പവേഴ്സിൽ മൾട്ടിപ്പിൾസിൽ പറയാം 10⁻6 മെഗാമീറ്റർ, 10⁻9 ഗിഗാമീറ്റർ, അങ്ങനെ ഓരോ പേര്. നമ്മൾ ഇവിടം വരെ നമ്മൾ പറഞ്ഞു തോന്നുന്നു. ഇനി നമ്മൾ അടുത്ത് പറയുന്നത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് അല്ലെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു വാട്ട് ഈസ് ആക്ച്വലി ദിസ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് അല്ലെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നു. അപ്പൊ ഇതിലെ സിഗ്നിഫിക്കന്റ് എന്ന് പറയുമ്പോൾ തന്നെ ആ പേര് തന്നെ ഉണ്ട്, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇന്റിജേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് ആണ് നമ്മൾ സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇതിന് ഇത്രയുള്ള സിഗ്നിഫിക്കൻസ്? ഒരു നമ്പർ പറയും, എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഒരു മെഷർമെന്റ് ചെയ്യാം, ഒരു വസ്തുവിന്റെ ലെങ്ത് ഞാൻ മെഷർ ചെയ്യാം. അപ്പൊ എന്റെ കയ്യിൽ ഒരു സ്കെയിലാണുള്ളത്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സെന്റിമീറ്റർ സ്കെയിൽ, 15 സെന്റിമീറ്റർ അല്ലെങ്കിൽ 30 സെന്റിമീറ്ററിന്റെ ആ സ്കെയിൽ ഞാൻ എടുത്തു. അപ്പൊ ആ വസ്തുവിന്റെ സെന്റിമീറ്റർ ലെങ്ത് ഞാൻ മെഷർ ചെയ്തു. അപ്പൊ എനിക്ക് കിട്ടിയ ലെങ്ത് എന്ന് പറയുന്നത് 5.2 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. I got a measurement as 5.2 സെന്റിമീറ്റർ. അപ്പൊ ഞാൻ ആ വസ്തുവിന്റെ ലെങ്ത് ഞാൻ പറയുന്ന 5.2 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. ഇനി അതേ ലെങ്ത് ഞാൻ ഒരു വെർനിയർ കാലിപ്പേഴ്സ് വെച്ച് ഞാൻ മെഷർ ചെയ്യാനായിട്ട്, വെർനിയർ കാലിപ്പേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, +2 നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, വെർനിയർ കാലിപ്പേഴ്സും സ്ക്രൂ ഗേജ് ഒക്കെ ഫിസിക്സിന്റെ. അപ്പൊ ഞാൻ വെർനിയർ കാലിപ്പേഴ്സ് വെച്ച് ഞാൻ മെഷർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന ഇപ്പൊ ലെങ്ത് 5.2, കാരണം അതിന് ആക്യുറസി കുറച്ചും കൂടി കൂടുതലാണ് വെർനിയർ കാലിപ്പേഴ്സിന്. അപ്പൊ ഇതിന്റെ ഇപ്പൊ ഈ ഒരു വസ്തുവിന്റെ ലീസ്റ്റ് കൗണ്ട്, ഇപ്പൊ എന്റെ സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.1 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 1 മില്ലിമീറ്റർ ആണ്. അതായത് അത് വെച്ച് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ലെങ്ത് അതിനെയാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ആ ഇൻസ്ട്രുമെന്റ് വെച്ച് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ലെങ്തിനെയാണ് അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സ്കെയിൽ വെച്ച് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്, അല്ലെങ്കിൽ 0.1 സെന്റിമീറ്റർ ആണ്. അപ്പോ സെന്റിമീറ്ററിൽ ഞാൻ പറയുകയാണെങ്കിൽ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് ഒരു ഇന്റിജർ കൂടി വരും. അതിൽ 0.1 സെന്റിമീറ്റർ ആണ് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ലെങ്ത് ഇത് വെച്ചിട്ട്. പക്ഷെ വെർനിയർ കാലിപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ലീസ്റ്റ് കൗണ്ട് കുറച്ചും കൂടി ആക്യുറേറ്റ് ആണ്. അതായത് 0.1 അല്ല, അതിന്റെ 0.01 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 0.1 മില്ലിമീറ്റർ ആണ്. അപ്പൊ ഞാൻ ആ ലെങ്ത്, ഞാൻ അതേ വസ്തുവിന്റെ ലെങ്ത് ഞാൻ ഒരു വെർനിയർ കാലിപ്പേഴ്സ് വെച്ച് മെഷർ ചെയ്യുകയാണെങ്കിൽ സ്കെയിൽ വെച്ച് എനിക്ക് 5.2 എനിക്ക് കിട്ടിയ 2 കഴിഞ്ഞാൽ പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല. 5.2 അത് 2.0 ആണോ, അല്ലെങ്കിൽ 2.1 ആണോ, 2.3 ആണോ, 2.9 ആണോ എന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് സംവെയർ ബിറ്റ്വീൻ 2 and 3. 0.2 അതാണ്. അപ്പൊ 5.2 ആണ് എനിക്ക് കിട്ടിയത്. അപ്പൊ വെർനിയർ കാലിപ്പേഴ്സ് വെച്ച് മെഷർ ചെയ്തപ്പോ എനിക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് കിട്ടിയത് ഇപ്പൊ 5.25 ആണെന്ന് വിചാരിക്കാം. അപ്പൊ 5.25, അപ്പൊ 5.2 ആണോ ആക്യുറേറ്റ്, അല്ലെങ്കിൽ 5.25 ആണോ ആക്യുറേറ്റ് കുറച്ചും കൂടി നല്ലത് വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് 5.25 ആയിരിക്കും. കാരണം സ്കെയിൽ വെച്ച് മെഷർ ചെയ്ത 5.2, അതിന് ഈ 0.2ന് ശേഷം ഏത് ഡിജിറ്റ് ആണ് വരുന്നതെന്ന് നമുക്ക് സ്കെയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. പക്ഷെ കാരണം സ്കെയിലിന്റെ ലീസ്റ്റ് കൗണ്ട് 0.1 സെന്റിമീറ്റർ ആണ്. പക്ഷെ നേരെ മറിച്ച് ഒരു വെർനിയർ കാലിപ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ ലീസ്റ്റ് കൗണ്ട് 0.01 ആണ്. അപ്പോ എനിക്ക് കിട്ടുന്ന വാല്യൂ ഇപ്പൊ 5.25 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി റിലയബിൾ ആണ്. 25 എന്ന് പറയും, ഇതാണ്. അപ്പൊ ഈ ഒരു ഡിജിറ്റ് ഇപ്പൊ ഞാൻ ഒരെണ്ണത്തിൽ 5.2 സ്കെയിൽ വെച്ച് എഴുതിയപ്പോ എനിക്ക് 5.2 കിട്ടി, മറ്റേ ചെയ്തപ്പോ എനിക്ക് 5.25 കിട്ടി. അപ്പൊ നാച്ചുറലി നമ്മൾ സെലക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ആക്യുറേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഈ ഒരു ഇതായിരിക്കും, ഈ 5.25 എന്ന് പറയുന്ന ഡിജിറ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതില് ഈ ഒരു സ്കെയിൽ വെച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ 5.2 കിട്ടി. അപ്പൊ അതിൽ നമ്മൾ പറയുന്നത് ഇതിൽ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് ഉള്ളത്. 5.2 എന്ന് പറയുന്നത് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ പറയാം. 5.2 എന്ന് പറയുമ്പോൾ അതിൽ 2 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ആണുള്ളത്, അല്ലെ ഫിഗേഴ്സ് ആണുള്ളത്. മറ്റേതെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ, അതായത് വെർനിയർ കാലിപ്പേഴ്സ് വെച്ച് കിട്ടിയ 5.25 നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ആണ് ഉള്ളത്. അപ്പൊ നാച്ചുറലി സ്കെയിൽ വെച്ച് എനിക്ക് 2 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ആണ് കിട്ടുന്നതെങ്കിൽ വെർനിയർ കാലിപ്പേഴ്സ് വെച്ച് എനിക്ക് 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉള്ള ഒരു മെഷർമെന്റ് ആണ് കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജനറലി സെലക്ട് ചെയ്യുന്നത്
5.25 ആയിരിക്കും. അത് 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉള്ള നമ്പർ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ മെഷർമെന്റിന്റെ ആക്യുറസിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് എന്ന് കാണിക്കും. അപ്പൊ സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് കൂടിക്കഴിഞ്ഞാൽ അത് ആക്യുറസി കൂടും, ഒരു മെഷർമെന്റിന്റെ ആക്യുറസി കൂടും. അപ്പോൾ അതാണ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സിന് ഇമ്പോർട്ടന്റ്. അപ്പൊ സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഗ്രേറ്റർ ദി നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഇൻ എ മെഷർമെന്റ്, ഇറ്റ് ആക്ച്വലി ഇൻഡിക്കേറ്റ്സ് ദ ആക്യുറസി ഓഫ് ദാറ്റ് മെഷർമെന്റ്. ഗ്രേറ്റർ ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ്, ഗ്രേറ്റർ ഈസ് ദ ആക്യുറസി, കൂടുതൽ ആക്യുറേറ്റ് ആണ്. അപ്പൊ സ്കെയിൽ വെച്ച് എനിക്ക് 2 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉള്ള മെഷർമെന്റ് ആണ് കിട്ടിയെങ്കിൽ അതേ വസ്തുവിനെ ഞാൻ വെർനിയർ കാലിപ്പേഴ്സ് വെച്ച് നോക്കിയപ്പോൾ 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉള്ള ഒരു മെഷർമെന്റ് ആണ് കിട്ടിയത്. അപ്പൊ നാച്ചുറലി യു ഗോ ഫോർ ദി സെക്കൻഡ് മെഷർമെന്റ്, ദാറ്റ് ഈസ് യു മെഷർ വാട്ട് യു മെഷർഡ് യൂസിങ് എ വെർനിയർ കാലിപ്പേഴ്സ്. അപ്പൊ അതായിരിക്കും നമ്മൾ ചെയ്യുന്നത്, അതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനി സ്ക്രൂ ഗേജ് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ, സ്ക്രൂ ഗേജ് ഒബിയസ്ലി ലെങ്ത് മെഷർ ചെയ്യാൻ പറ്റില്ല, തിക്നെസ് മെഷർ ചെയ്യുന്നതാണ്. സ്ക്രൂ ഗേജ് വെച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് വീണ്ടും ഒന്നും കൂടി കൂടും. 0.001 ആണ് ലീസ്റ്റ്, അതിന്റെ ലിസ്റ്റ് കൊണ്ട്. അപ്പോൾ യു ഗെറ്റ് മോർ ആക്യുറേറ്റ് മെഷർമെന്റ്. അങ്ങനെയൊക്കെ. അപ്പോൾ ഗ്രേറ്റർ ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ആക്ച്വലി ഇൻഡിക്കേറ്റ്സ് റിലയബിലിറ്റി ഓഫ് ദാറ്റ് മെഷർമെന്റ്. ആ മെഷർമെന്റ് റിലയബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ആക്യുറസി ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഓൾ ദോസ് ഡിജിറ്റ്സ് ഹൂസ് വാല്യൂസ് ആർ നോൺ വിത്ത് സെർട്ടനിറ്റി. സെർട്ടനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ്, അതായത് വാല്യൂ എന്ന്. അപ്പോൾ ഡിഫൈൻഡ് ആസ് ഓൾ ദോസ് ഡിജിറ്റ്സ് ഹൂസ് വാല്യൂസ് ആർ നോൺ വിത്ത് സെർട്ടനിറ്റി വിത്ത് 1 അഡീഷണൽ ഡിജിറ്റ് ഹൂസ് വാല്യൂസ് അൺസെർട്ടൻ. അതായത് ഇതില് ഒരു സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ കുറെ ഇന്റിജേഴ്സ് ഉണ്ടാവും, നമ്പേഴ്സ് ഉണ്ടാവും. അതിലെ ഒരു എല്ലാ നമ്പേഴ്സും നമുക്ക് അറിയാൻ പറ്റും. ഒരെണ്ണം സെർട്ടൻ ആണ്. ഏറ്റവും അവസാനത്തെ നമ്പർ ഒരു അൺസെർട്ടനിറ്റി ഉണ്ട്. ആ അൺസെർട്ടനിറ്റി, അതായത് അപ്പൊ ഈ നമ്പേഴ്സ് ഒരു അൺസെർട്ടൻ നമ്പറും ബാക്കിയെല്ലാം സെർട്ടൺ ആയിട്ടുള്ള നമ്പേഴ്സ്, ആ ഒരു കളക്ഷൻ, ആ ഒരു ഇതിനെയാണ് നമ്മൾ സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഓൾ ദോസ് ഡിജിറ്റ്സ് ഹൂസ് വാല്യൂസ് ആർ നോൺ വിത്ത് സെർട്ടനിറ്റി. അതായത് ആ ഡിജിറ്റ്സിന്റെ വാല്യൂസ് നമുക്ക് സെർട്ടൺ ആണ്. വിത്ത് 1 അതിന്റെ ഒപ്പം തന്നെ ഒരു അഡീഷണൽ ഡിജിറ്റ് ഉണ്ടാവും, അതിന്റെ വാല്യൂ അൺസെർട്ടൺ ആണ്. അതായത് ഇപ്പൊ നമ്മൾ സ്കെയിൽ വെച്ച് ഞാൻ മെഷർ ചെയ്തു, എനിക്ക് കിട്ടിയത് 5.2 ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ 5.2 എന്ന് പറയുമ്പോൾ ഈ 2 എന്ന് പറയുന്നത് ഡിസിംപ്ലൈസ് ചെയ്യാൻ വരുന്ന ആ നമ്പർ 2, അതിനുശേഷം എന്താ വരുന്നതെന്ന് അൺസെർട്ടൺ ആണ്. അപ്പൊ ഈ 5.2 എന്ന് പറയുമ്പോൾ ആക്ച്വലി 5.20 ആണോ അറിയില്ല, 5.21 ആണോ അറിയില്ല, 5.22 ആണോ അറിയില്ല. 2 കഴിഞ്ഞാൽ ഒരു അൺസെർട്ടനിറ്റി ഉണ്ട്. അപ്പൊ ആക്യുറേറ്റ് ആയിട്ട് 2 ആണോ അല്ലെങ്കിൽ 3 ആണോ, 2 × 3 ഇടയിലാണ് ഇത് വരുന്നത്. അപ്പൊ ഇതില് ഈ 5.2 സ്കെയിൽ വെച്ച് ഞാൻ മെഷർ ചെയ്ത 5.2 എന്ന് പറയുന്നത്, അതിൽ 5 എന്ന് പറയുന്നത് സെർട്ടൺ ആണ്. 5 സെന്റിമീറ്റർ അത് ലെങ്ത്, അതിന്റെ 5 സെന്റിമീറ്റർ കൂടുതൽ അതിന്റെ ലെങ്ത്. പിന്നെ 0.2-നേക്കാളും വലുതാണോ അല്ലെങ്കിൽ 0.20 ആണോ ആ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് അൺസെർട്ടൺ ആണ്. അപ്പൊ 0.2 ഈസ് ആക്ച്വലി അൺസെർട്ടൺ. അതിനുശേഷം വരുന്നത് അതൊരു അൺസെർട്ടനിറ്റി അവിടെ ഉണ്ട്. അതേപോലെ തന്നെ വെർനിയർ കാലിപ്പേഴ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാലും അവിടെ എനിക്ക് കിട്ടിയ 5.25 ആണെങ്കിൽ 5-ഉം 0.2-ഉം സെർട്ടൺ ആണ്. പക്ഷെ 5 എന്ന് പറയുന്നത് ഒരു അൺസെർട്ടനിറ്റി അവിടെ വരുന്നുണ്ട്. അതിന്റെ വാല്യൂ 5.25 കഴിഞ്ഞിട്ട് എന്താ വരുന്നതെന്ന് ഒരു അൺസെർട്ടനിറ്റി നമുക്ക് ഉണ്ട്. അപ്പൊ 5 എന്ന് പറയുന്ന സെർട്ടനിറ്റി ഇല്ല, കാരണം അത് 5.0 ആണോ അതിന് ശേഷം വരുന്നത്, 5.1 ആണോ, അങ്ങനെ ഒരു അൺസെർട്ടനിറ്റി നമുക്ക് വരുന്നത്. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് എപ്പോഴും ഒരു അൺസെർട്ടനിറ്റിയാണ് ഒരു മെഷർമെന്റിൽ. അപ്പൊ ഈ ലാസ്റ്റ് ഡിജിറ്റും കൂടി ഉൾപ്പെട്ട ആ ഇതിന്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ അതിന്റെ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ബ്യൂററ്റില് ഒരു മെഷർമെന്റ് എടുത്തു. ബ്യൂററ്റില് ഇപ്പൊ എനിക്ക് ഒരു ബ്യൂററ്റ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് സ്കെയിൽ എന്ന് പറയുന്നത് 1 മില്ലി ആണ്, 1 ml ആണ്. അപ്പൊ ഇതില് 1 ml, അപ്പൊ ഇതില് 0.1 ml, ഒരു ബ്യൂററ്റ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റുന്നത് 0.1 ml ആണ്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞു, ഇപ്പൊ ഒരു വോളിയം ടൈറ്റർ വാല്യൂ എനിക്ക് കിട്ടിയത് 20.5 ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആക്ച്വലി ആ മെനിസ്കസ് നോക്കിക്കഴിഞ്ഞാൽ 20.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെനിസ്കസ് നോക്കുമ്പോൾ ചിലപ്പോൾ അത് 20.5-യുടെയും 0.6-ന്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ കിടക്കുന്നത്. അപ്പൊ നമുക്കത് സെലക്ട് ചെയ്യുന്ന ഇപ്പൊ ഒരാൾക്ക് ചിലപ്പോൾ അത് 20.5 എന്ന് തോന്നും, മറ്റേ ആൾക്ക് ചിലപ്പോൾ അത് 20.6 എന്ന് തോന്നും. അപ്പൊ ഈ ലാസ്റ്റ് ഡിജിറ്റ് എപ്പോഴും ഒരു അൺസെർട്ടനിറ്റി ഉണ്ട്. നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 20.5 എന്ന് ഒരാൾ ഞാൻ മെഷർ ചെയ്തപ്പോൾ 20.5 എന്നത്, അതേ ലിക്വിഡിന്റെ വാല്യൂ ആ മെനിസ്കസിന്റെ റീഡിങ് മറ്റൊരാൾ നോക്കുമ്പോൾ ചിലപ്പോൾ 20.6 ആയിട്ട് തോന്നും.
അപ്പോൾ ആ ലാസ്റ്റ് ഡിജിറ്റ് എപ്പോഴും ഒരു അൺസർട്ടനിറ്റിയാണ്. അപ്പൊ അതും കൂടി ഉൾപ്പെട്ട ആ ഇതിനെയാണ് നമ്മൾ സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഡിഫൈൻഡ് ആസ് ഓൾ ദോസ് ഡിജിറ്റ്സ് ഹൂസ് വാല്യൂസ് ആർ നോൺ വിത്ത് സർട്ടനിറ്റി വിത്ത് വൺ അഡീഷണൽ ഡിജിറ്റ് ഹൂസ് വാല്യൂസ് അൺസർട്ടൻ. അപ്പൊ ഇതില് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ ചില ഇതുണ്ട്. അപ്പൊ ഇതിൽ പറയുന്ന ഒരു റൂൾ എന്ന് പറയും പൊസിഷൻ ഓഫ് ഡെസിമൽ ഈസ് ഓഫ് നോ റിലവൻസ് ഇൻ ഡിറ്റർമിനിങ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഈ ഡെസിമലിന്റെ പൊസിഷൻ യാതൊരു റിലവന്റും അല്ല. ഇപ്പൊ ഞാനിപ്പോ ഒരു വാല്യൂ 20.3 എനിക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ അതില് 20.3 ഞാൻ പറഞ്ഞു അതിൽ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ഇനി അത് മറ്റൊരു വാല്യൂ എനിക്ക് 2.03 എനിക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. 2.03 ഡെസിമൽ പ്ലേസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെയും ഞാൻ പറയുന്ന അവിടെയും 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. അപ്പൊ അവിടെ ഈ ഡെസിമൽ പ്ലേസിന് യാതൊരു റിലവൻസും ഇല്ല. ഡെസിമൽ പ്ലേസിന്റെ പൊസിഷൻ യാതൊരു റിലവൻസും അവിടെ വരുന്നില്ല. ഇപ്പൊ 20.3 അല്ലെങ്കിൽ 2.03 സെന്റിമീറ്റർ എന്ന് ഞാൻ പറയുന്നതും 20.3 മില്ലിമീറ്റർ എന്ന് പറയുന്ന, അതായത് സെന്റിമീറ്ററിനെ മില്ലിമീറ്റർ ആക്കി. അപ്പൊ 2.03 സെന്റിമീറ്റർ അല്ലെങ്കിൽ അതിന് ഞാൻ മില്ലിമീറ്റർ പറഞ്ഞാൽ 20.3. അപ്പൊ ഡെസിമൽ പ്ലേസ് ഒന്ന് മാറി. അപ്പൊ അതില് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് മാറുന്നില്ല. അപ്പൊ യൂണിറ്റ് വ്യത്യാസം വരുമ്പോൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ ഇതില് വ്യത്യാസം വരുന്നില്ല. അതാണ് ഇവിടെ ഉദ്ദേശം. അപ്പൊ ഡെസിമൽ പ്ലേസിന്റെ പൊസിഷൻ ഇവിടെ റിലവൻസ് ഇല്ല സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാൻ. പിന്നെ a zero is not a significant figure when used for locating a decimal, but becomes significant when used at the end of the expression. അത് ഞാൻ പറയാം. അപ്പൊ അതിന്റെ റൂൾസ് എന്ന് പറയും, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ റൂൾസ് എന്ന് പറയുന്നത് എത്ര ഒരു നമ്പർ എന്ന് കഴിഞ്ഞാൽ അതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ചില റൂൾസ് ഉണ്ട്. അപ്പൊ അതിൽ ഒരു റൂൾ എന്ന് പറയുന്നത് all the non-zero digits are significant. ഒരു മെഷർമെന്റില് നോൺ സീറോ ഡിജിറ്റ്സ് ഒക്കെ സിഗ്നിഫിക്കന്റ് ആണ്. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9 ഇതെല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. ഓൾ ദി നോൺ സീറോ ഡിജിറ്റ്സ് ഇൻ എ മെഷർമെന്റ് ആർ സിഗ്നിഫിക്കന്റ്. അപ്പൊ എത്ര നോൺ സീറോ ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ 35673 എന്ന് പറയുന്ന നമ്പർ 35673 ഇതിൽ 0 ഡിജിറ്റ്സ് ഇല്ല, എല്ലാം നോൺ സീറോ ആണ്. അപ്പൊ അതിൽ എത്ര ഡിജിറ്റ്സ്, എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് 5 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. കാരണം 3 സിഗ്നിഫിക്കന്റ് ആണ്, 5 സിഗ്നിഫിക്കന്റ് ആണ്, 6 സിഗ്നിഫിക്കന്റ് ആണ്, 7 സിഗ്നിഫിക്കന്റ് ആണ്, 3 സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോൾ ഇറ്റ് ഹാസ് 5 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. നോൺ സീറോ ഡിജിറ്റ്സ് എല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. ഓക്കെ, അതാണ് ഒരു റൂൾ. രണ്ടാമത്തെ റൂള്, all the zeros between two non-zero digits are significant. ഇനി അപ്പം എല്ലാം നോൺ സീറോ ഡിജിറ്റ്സ് സിഗ്നിഫിക്കന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി സീറോന്റെ കേസ്, ഓൾ ദി സീറോസ് ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. അതായത് രണ്ട് നോൺ സീറോ ഡിജിറ്റ്സിന്റെ ഇടയിൽ വരുന്ന സീറോ ആണെങ്കിൽ അത് സിഗ്നിഫിക്കന്റ് ആണ്. അതായത് ഇഫ് ദ സീറോ ഇസ് കമ്മിങ് ഇൻ ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് ദാറ്റ് സീറോ ബിക്കംസ് സിഗ്നിഫിക്കന്റ്. ഇപ്പൊ 303 എന്ന് ഞാൻ എഴുതി കഴിഞ്ഞാൽ അതില് 2 നോൺ സീറോ ഡിജിറ്റ്സ് ഉണ്ട്, 303 അതിൽ 2 നോൺ സീറോ ഡിജിറ്റ്സ് ഉണ്ട്. ഇനി ഒരു 0 ഡിജിറ്റ് ഉണ്ട്, but that 0 is coming in between the 2 non-zero digits, so that the 0 also becomes significant. So total number of significant figures in 303 will be 3. 303 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൽ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. കാരണം അവിടെ 0 കൂടി നമ്മൾ കൂട്ടണം, കാരണം 0 is coming in between 2 non-zero digits. അതാണ് രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്. ഇപ്പൊ 1007 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ 2 സീറോ വരുന്നത് ഈ 2 നോൺ സീറോ ഡിജിറ്റ്സിന്റെ ഇടയിലാണ്, 1ന്റെ 7ന്റെ ഇടയിലാണ് ഈ 2 സീറോസ് വരുന്നത്. സോ ദീസ് 2 സീറോസ് ബിക്കം സിഗ്നിഫിക്കന്റ്, സോ ദാറ്റ് ഇൻ 1007 ഇറ്റ് ഹാസ് 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെയാണ് മറ്റൊരു രണ്ടാമത്തെ റൂൾ എന്ന് നമ്മൾ പറയുന്നത്. ഇനി മറ്റൊരു 1.0009 എന്ന് എഴുതി കഴിഞ്ഞാൽ ഡെസിമൽ പ്ലേസിന് നോക്കണ്ട. അപ്പൊ 1.009, അപ്പൊ 1ന്റെ 9ന്റെ ഇടയിലാണ് ഈ 3 സീറോസ് വരുന്നത്. അപ്പൊ ഈ 3 സീറോസ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കാൻ ഈ 3 സീറോസും കൂടി നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ 1, 2, 3, 4 and 5. So it has, this digit has 5 significant figures. ഇതാണ് രണ്ടാമത്തെ റൂൾ ആയിട്ട് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ റൂൾ, ഇഫ് എ നമ്പർ ഈസ് ലെസ് ദാൻ 1, ഒന്നിൽ താഴെ ഉള്ള നമ്പർ ആണ്, അതായത് ഫ്രാക്ഷൻ ആയിട്ട് വരുന്ന പോയിന്റ് എന്ന രീതിയിൽ വരുന്ന, ഇഫ് എ നമ്പർ ഈസ് ലെസ് ദാൻ 1, 0 പോയിന്റ് എന്ന രീതിയിൽ വരുന്ന നമ്പർ ആണെങ്കിൽ the zero on the right of the decimal place
before a non-zero digit are not significant. Okay. അതായത് if a number is less than 1, ഒന്നിൽ താഴെയുള്ള ഒരു നമ്പർ ആണ്, അത് 0 പോയിന്റ് എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന നമ്പർ ആണ്, the zero on the right of the decimal place, decimal placeന്റെ റൈറ്റ് സൈഡിൽ, അതായത് പോയിന്റിന് ശേഷം വരുന്ന zeros on the right of the decimal point before a non-zero digit. ഡെസിമൽ പ്ലേസിന് ശേഷം വരുന്ന സീറോ, പക്ഷെ ഒരു നോൺ സീറോ ഡിജിറ്റിന് മുമ്പാണ് ആ സീറോ വരുന്നതെങ്കിൽ that zero becomes നോൺ സിഗ്നിഫിക്കന്റ് അല്ലെങ്കിൽ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ട് മാറും. അതായത് ഇപ്പൊ 0.02 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൽ ഒറ്റ സിഗ്നിഫിക്കന്റ് ഫിഗറേ ഉള്ളൂ, അത് 2 ആണ്. കാരണം പോയിന്റിന് ശേഷം സീറോ വരുന്നുണ്ട്, ബട്ട് ദാറ്റ് സീറോ ഈസ് കമ്മിങ് ബിഫോർ എ നോൺ സീറോ ഡിജിറ്റ്. അപ്പൊ ഒരു നോൺ സീറോ ഡിജിറ്റിന് മുമ്പാണ് ആ സീറോ വരുന്നത്, 0.02. ഡെസിമൽ പ്ലേസിന്റെ ലെഫ്റ്റിലുള്ള സീറോസ് നിങ്ങൾ നോക്കണ്ട, അത് ഇൻസിഗ്നിഫിക്കന്റ് ആണ്. ഡെസിമൽ പ്ലേസിന്റെ ലെഫ്റ്റിലുള്ള, അത് പോയിന്റിന് മുമ്പ് വരുന്ന ഇതാണെങ്കിൽ പോയിന്റിന് മുമ്പ് വരുന്ന സീറോസ് എല്ലാം ഇൻസിഗ്നിഫിക്കന്റ് ആണ്. ഇനി പോയിന്റിന് ശേഷം വരുന്ന സീറോസ്, അതായത് പോയിന്റിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന സീറോസ് ആണെങ്കിൽ അത് ഒരു നോൺ സീറോ ഡിജിറ്റ് മുമ്പാണ് ആ സീറോ വരുന്നതെങ്കിൽ അത് നോൺ സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ 0.02 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിലാകെ ഒറ്റ സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ളൂ, അതാ 2 ആണ്. നേരെ മറിച്ച് 0.103 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ സീറോ, അതായത് 0.103 എന്ന് എഴുതി കഴിഞ്ഞാൽ ആ സീറോ, ദാറ്റ് സീറോ ഈസ് കമ്മിങ് ആഫ്റ്റർ എ നോൺ സീറോ ഡിജിറ്റ്, അതായത് 1ന് ശേഷമാണ് ആ സീറോ വരുന്നത്. അതുകൊണ്ട് ആ സീറോ സിഗ്നിഫിക്കന്റ് ആയിട്ട് മാറും. പക്ഷെ 1ന് മുമ്പാണ് ആ സീറോ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ നോൺ സീറോ ഡിജിറ്റിന് മുമ്പാണ് ആ സീറോ വരുന്നതെങ്കിൽ അത് ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ട് മാറും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ 0.00038 എഴുതി കഴിഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞു ഡെസിമൽ പ്ലേസിന്റെ ലെഫ്റ്റ് സൈഡിൽ, അതായത് ഡെസിമൽ പ്ലേസ് മുമ്പ് വരുന്ന സീറോ ആണെങ്കിൽ ഇൻസിഗ്നിഫിക്കന്റ് ആണ്, അത് നിങ്ങൾ കൂട്ടേണ്ട ആവശ്യമില്ല. ഇനി റൈറ്റ് സൈഡിൽ, ഡെസിമൽ പ്ലേസിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന സീറോസിൽ ഒരു നോൺ സീറോ ഡിജിറ്റ് മുമ്പാണ് സീറോസ് വരുന്നതെങ്കിൽ അതും ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ട് മാറും. അപ്പൊ ഇവിടെ പോയിന്റിന് ശേഷം റൈറ്റ് സൈഡിൽ 3 സീറോസ് ഉണ്ട്, പക്ഷെ അതെല്ലാം ഒരു നോൺ സീറോ ഡിജിറ്റിന് മുമ്പാണ് വരുന്നത്. അതുകൊണ്ട് ഈ എല്ലാ സീറോസും ഇൻസിഗ്നിഫിക്കന്റ് ആയി, നമ്മൾ ആ ആകെ 3ഉം 8ഉം മാത്രമേ സിഗ്നിഫിക്കന്റ് ആയിട്ട് മാറുള്ളൂ. സോ ദിസ് നമ്പർ ഹാസ് 2 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ്. ഇതില് 2 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സേ ഉള്ളൂ. ഇതാണ് മൂന്നാമത്തെ റൂളായിട്ട് പറയുന്നത്. അതേപോലെ തന്നെ 0.002103 ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം ഡെഫിനറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞാൽ പോയിന്റിന് മുമ്പുള്ള സീറോസ് നിങ്ങൾ കൂട്ടണ്ട. പിന്നെ പോയിന്റിന് ശേഷം വരുന്ന ഈ 2 സീറോസ്, ദാറ്റ് ഓൾസോ ഈസ് കമ്മിങ് ബിഫോർ എൻ 2 നോൺ സീറോ ഡിജിറ്റ്, സോ ദാറ്റ് ഓൾസോ ബിക്കംസ് ഇൻസിഗ്നിഫിക്കന്റ്. 2 is significant because അത് നോൺ സീറോ ഡിജിറ്റ് ആണ്, 1ഉം നോൺ സീറോ ഡിജിറ്റ്, അത് സിഗ്നിഫിക്കന്റ് ആണ്. This zero is coming before after a non-zero digit, so that this is significant. E zero significant because it is coming after a non-zero digit. അപ്പൊ ഈ 2 സീറോസ് കൂട്ടണ്ട, പക്ഷെ ഈ സീറോസ് സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഇതിൽ 1 2 3 4 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ആണ് ഈ ഒരു ഇതിലുള്ള എക്സ്പ്രഷനിൽ വരുന്നത്, ഇന്റിജറിൽ വരുന്നത്. എങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുന്ന മൂന്നാമത്തെ റൂൾ. നാലാമത്തെ റൂള്, the terminal or trailing zeros in a number without a decimal point are insignificant. അതായത് ഡെസിമൽ പ്ലേസ് ഇല്ലാത്ത ഒരു നമ്പർ, അതിന്റെ അവസാനം 0 ആണെങ്കിൽ ആ സീറോസ് നമുക്ക് കൂട്ടണ്ട. ഇപ്പൊ 10 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൽ ഒറ്റ സിഗ്നിഫിക്കന്റ് നമ്പറേ ഉള്ളൂ, അത് 1 ആണ്. ഏറ്റവും അവസാനത്തെ സീറോ നിങ്ങൾ കൂട്ടണ്ട, ഡെസിമൽ പ്ലേസ് ഇല്ലാത്ത നമ്പർ ആണെങ്കിൽ. അതേപോലെ 100 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൽ ഒറ്റ സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ഉള്ളൂ, അത് 1 ആണ്. ബാക്കി 2 സീറോസ്, ലാസ്റ്റ് വരുന്ന 2 സീറോസ് ഇൻസിഗ്നിഫിക്കന്റ് ആണ്. അല്ലെങ്കിൽ 500 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൽ 5 മാത്രമേ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളൂ, ബാക്കി 2 സീറോസും ഇൻസിഗ്നിഫിക്കന്റ് ആണ്. സോ ടെർമിനൽ ഓർ ട്രെയിലിംഗ് സീറോസ്, ഏറ്റവും അവസാനം വരുന്ന സീറോസ് ഇൻ എ നമ്പർ വിത്തൗട്ട് എ ഡെസിമൽ പോയിന്റ്, ഓർക്ക ഡെസിമൽ പോയിന്റ് ഇല്ലാത്ത ആണ്. Trailing zeros in a number without a decimal point are non-significant. ഇപ്പോൾ 41900 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൽ 4ഉം 1ഉം 9ഉം മാത്രമേ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളൂ. ഈ 3 പൂജ്യവും ഇൻസിഗ്നിഫിക്കന്റ് ആണ്. സോ ഇറ്റ് ഹാസ് 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ്.
ഇങ്ങനെയാണ് പറയുന്നത്. ഈ ട്രെയിലിംഗ് സീറോസ് ഇൻ എ നമ്പർ വിത്ത് എ ഡെസിമൽ പോയിന്റ് ആർ സിഗ്നിഫിക്കന്റ്. പക്ഷേ ഡെസിമൽ പോയിന്റ് ഉള്ള ഒരു നമ്പറിൽ ഈ ട്രെയിലിംഗ് സീറോസ് സിഗ്നിഫിക്കന്റ് ആണ്. ഡെസിമൽ പോയിന്റ് ഇല്ലെങ്കിൽ ആ ട്രെയിലിംഗ് സീറോസ്, അവസാനം വരുന്ന സീറോസ് ഇൻസിഗ്നിഫിക്കന്റ് ആണ്. പക്ഷെ ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ ഏറ്റവും അവസാനം വരുന്ന സീറോസും കൂടി നമ്മൾ കൂട്ടണം. ഇപ്പൊ 415.000 എന്ന് എഴുതി കഴിഞ്ഞാൽ അതില് ഈ 3 സീറോസ് നമുക്ക് കൂട്ടേണ്ടി വരും. അപ്പൊ ഇതില് 6 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട്. അതായത് 1, 2, 3, 4, 5 and 6. ഇതിൽ 6 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് അതിൽ വരും. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൽ 6 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട്. അതേപോലെ ഇതിൽ എഴുതി നോക്കിക്കഴിഞ്ഞാൽ 8.210. അപ്പൊ ഇതിലും ട്രെയിലിംഗ് സീറോ ഉണ്ട്, പക്ഷെ അത് ഡെസിമൽ പോയിന്റിന് ശേഷമാണ് വരുന്നത്. അപ്പൊ അത് അതിൽ 4 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് നമ്മുടെ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ജനറൽ റൂൾ. അപ്പൊ ഈ റൂൾസ് വെച്ചിട്ട് നമുക്ക് സാധാരണ ഈ 5 റൂൾസ് വെച്ചിട്ട് നമുക്ക് എത്ര സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് സീറോയിലും കണ്ടുപിടിക്കാൻ മാത്രമാണ് കൺഫ്യൂഷൻ വരുന്നത്. കാരണം എല്ലാ നോൺ സീറോ ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ എത്ര നോൺ സീറോ ഡിജിറ്റ്സ് ഉണ്ടോ അതെല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. പിന്നെ സീറോ കണ്ടുപിടിക്കാനാണ് ബാക്കി റൂൾസ് എല്ലാം. ഏത് സീറോസ്, ചില സീറോസ് സിഗ്നിഫിക്കന്റ് ആണ്, ചില സീറോസ് നോൺ സിഗ്നിഫിക്കന്റ് ആണ്. അതിന്റെ റൂൾസ് ആണ് ബാക്കി 4 പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ റൂള് പറയുന്നത് 2 നോൺ സീറോ ഡിജിറ്റ്സിന്റെ ഇടയിൽ വരുന്ന എല്ലാം സീറോസും സിഗ്നിഫിക്കന്റ് ആണ്. ഡെസിമൽ പോയിന്റിന് മുമ്പ് വരുന്ന സീറോസ് ഇൻസിഗ്നിഫിക്കന്റ് ആണ്. ലെസ് ദാൻ 1 ആയിട്ടുള്ള നമ്പർ ആണെങ്കിൽ ഡെസിമൽ പോയിന്റ് മുമ്പ് വരുന്ന സീറോസ് ഇൻസിഗ്നിഫിക്കന്റ് ആണ്. പക്ഷെ ഡെസിമൽ പോയിന്റിന് റൈറ്റിൽ വരുന്ന സീറോസിൽ ഒരു കൺഫ്യൂഷൻ വരും. അതായത് ഒരു നോൺ സീറോ ഡിജിറ്റ് മുമ്പാണ് സീറോ വരുന്നതെങ്കിൽ റൈറ്റിൽ വരുന്നത്, ഡെസിമൽ പോയിന്റ് റൈറ്റില് നോൺ സീറോ ഡിജിറ്റ് മുമ്പാണ് നമ്പർ വരുന്നത്, സീറോ വരുന്നതെങ്കിൽ അത് ഇൻസിഗ്നിഫിക്കന്റ് ആണ്. പക്ഷെ ഡെസിമൽ പോയിന്റിന് ശേഷം റൈറ്റ് സൈഡിൽ ഒരു നോൺ സീറോ ഡിജിറ്റിന് ശേഷമാണ് ആ നമ്പർ സീറോ വരുന്നതെങ്കിൽ അത് സിഗ്നിഫിക്കന്റ് ആയിട്ട് മാറും. പിന്നെ ട്രെയിലിംഗ് സീറോസ് ഇൻസിഗ്നിഫിക്കന്റ് ആണ്. ഡെസിമൽ പോയിന്റ് ഇല്ലാത്തൊരു നമ്പറിൽ ട്രെയിലിംഗ് സീറോസ്, അവസാനം വരുന്ന സീറോസ് സിഗ്നിഫിക്കന്റ് അല്ല. പക്ഷെ ഡെസിമൽ ഉണ്ടെങ്കിൽ ആ പോയിന്റ് ശേഷം വരുന്ന സീറോസ് സിഗ്നിഫിക്കന്റ് ആയിട്ട് മാറും. അപ്പൊ ആ റൂൾസ് ഒക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ 403 എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. കാരണം എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കന്റ് ആണെന്ന് പറഞ്ഞു. ഇതിലെ പിന്നെ വരുന്ന അപ്പൊ 4ഉം 3ഉം നാച്ചുറലി സിഗ്നിഫിക്കന്റ് ആവും. പിന്നെ 0 എന്ന് പറയുന്നത് 2 നോൺ സീറോ ഡിജിറ്റിന്റെ ഇടയിലാണ് വരുന്നത്. അപ്പൊ നാച്ചുറലി ദിസ് സീറോ ഓൾസോ ബിക്കം സിഗ്നിഫിക്കന്റ്. സോ ഇറ്റ് ഹാസ് 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഇനി 40.3 എന്ന് എഴുതി കഴിഞ്ഞാലും ദിസ് ഹാസ് 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. കാരണം ഇവിടെ 4 സിഗ്നിഫിക്കന്റ് ആണ്, 3ഉം സിഗ്നിഫിക്കന്റ് ആണ്. ആൻഡ് ദിസ് 0 ഈസ് കമ്മിങ് ബിഫോർ in between 4 and 3. ഡെസിമൽ പോയിന്റ് റിലവൻസ് ഒന്നുമില്ല ഞാൻ പറഞ്ഞു. അപ്പൊ ഇതില് 0 is coming in between the 2 non-zero digits. So again 0 becomes significant. So this has also 3 significant digits. Okay. അതേപോലെ 4.03 എന്ന് എഴുതി കഴിഞ്ഞാലും ഇതിലും 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ആണ് ഉള്ളത്. അപ്പൊ ഇവിടെ നോക്കാം, ഡെസിമൽ പോയിന്റ് പൊസിഷൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇത് 403, ഇവിടെ 40.3, ഇത് 4.03 നോക്കാം. അവിടെയും എല്ലാത്തിലും 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ആണ്. മറ്റൊരു എക്സാമ്പിൾ, അതേ നമ്പർ തന്നെ ഡെസിമൽ പ്ലേസ് ഒന്നും കൂടി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. 0.403 അവിടെയും 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ആണ് അവിടെ വരുന്നത്. അതായത് ദിസ് നമ്പർ ഇസ് ലെസ് ദാൻ 1, 1ന് താഴെയുള്ള ഒരു നമ്പർ ആണ്. അപ്പൊ 1ന് താഴെയുള്ള നമ്പർ ആണെങ്കിൽ ഡെസിമൽ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള 0 നമുക്ക് കൂട്ടണ്ട. അപ്പൊ ലെസ് ദാൻ 1 ആണെങ്കിൽ the 0 coming on the left is insignificant. But and this number, this is 4, this is a non-zero digit, this is a significant, 3 is also significant, and this case 0 is coming in between the 2 non-zero digits, so that also becomes significant. So this has also 3. ഇനി മറ്റൊരു എക്സാമ്പിൾ 0.0403. ഞാൻ നോക്കി ഇതിലെല്ലാം ഒരു ഡെസിമൽ പ്ലേസ് ജസ്റ്റ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. 0.0403 ഇതിൽ എന്താന്ന് വെച്ചാൽ again this number is less than 1, so then 0 on the left of the decimal point is insignificant. This 0 is coming on the right of the decimal point, but it is coming before a non-zero digit. ഈ 0 റൈറ്റ് സൈഡിലാണ്, പക്ഷെ അതൊരു നോൺ സീറോ ഡിജിറ്റിന് മുമ്പ് തന്നെ ആ 0 അവിടെ വന്നിട്ടുണ്ട്. ഈ 0 ഇൻസിഗ്നിഫിക്കന്റ് ആണ്. പിന്നെ 4 സിഗ്നിഫിക്കന്റ് ആണ്, ഈ 0 സിഗ്നിഫിക്കന്റ് ആണ്, 3 സിഗ്നിഫിക്കന്റ് ആണ്, ഈ 0 സിഗ്നിഫിക്കന്റ് ആണ്.
അപ്പൊ അങ്ങനെ വരുമ്പോൾ ദിസ് ഹാസ് 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഇനി 403.0 എന്ന് എഴുതി കഴിഞ്ഞാൽ നോക്കാം, അതിൽ 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വരും. ഞാൻ നേരത്തെ പറഞ്ഞു ട്രെയിലിംഗ് സീറോസ് ആഫ്റ്റർ എ ഡെസിമൽ പോയിന്റ് ഈസ് സിഗ്നിഫിക്കന്റ് എന്ന് ഞാൻ പറഞ്ഞു. അതായത് നമ്മുടെ ഈ പറഞ്ഞു ട്രെയിലിംഗ് സീറോസ് ഇൻ എ നമ്പർ വിത്ത് എ ഡെസിമൽ പോയിന്റ് ആർ സിഗ്നിഫിക്കന്റ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത് റൂൾ തന്നെയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പൊ ഒരു ട്രെയിലിംഗ് സീറോ ബട്ട് ഇറ്റ് ഈസ് കമ്മിങ് ആഫ്റ്റർ എ ഡെസിമൽ പോയിന്റ് സോ ദാറ്റ് ദിസ് ബിക്കംസ് സിഗ്നിഫിക്കന്റ്. അപ്പൊ ഇതിൽ 4 significant figures ഉണ്ട്. And if you check this one, this also has 4 significant figures because this zero is coming in between 2 non-zero digits, and this zero is coming after this one, and that is after the decimal point. So this zero also becomes significant. So this has 4 significant figures. ഇനി ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 180.045 നോക്കിക്കഴിഞ്ഞാൽ ഇതില് എല്ലാ എത്ര നോൺ സീറോ ഡിജിറ്റ്സ് ഉണ്ട്? 4 ഉണ്ട്. അപ്പോൾ ദാറ്റ് 4 ഉണ്ട്. പിന്നെ these 2 zeros are coming in between 2 non-zero digits, so that zeros also become significant, so that 6. ഇനി 10200 എന്നാക്കി കഴിഞ്ഞാൽ ഇതിൽ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് ഉള്ളത്. കാരണം ഇത് ട്രെയിലിംഗ് സീറോസ് ആണ്. ഈ 2 സീറോസ് കൂട്ടേണ്ട ആവശ്യമില്ല, കാരണം ഇറ്റ് ഈസ് ട്രെയിലിംഗ് സീറോസ്. ഇതിന് വേറെ ഡെസിമൽ പോയിന്റ് ഇല്ല. അപ്പോൾ ഡെസിമൽ പോയിന്റ് ഇല്ലാത്തൊരു നമ്പർ ആണ്. അതിൽ 2 ട്രെയിലിംഗ് സീറോസ് ഉണ്ട്. അപ്പൊ അത് ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ട് മാറും. ഇനി 1.20 into 10⁻³ എന്ന് എഴുതി കഴിഞ്ഞാൽ ദിസ് ഹാസ് 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഇതിൽ 3 സിഗ്നിഫിക്കന്റ്. ഈ 10⁻² രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല, ഇൻസിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് ഇൻസിഗ്നിഫിക്കന്റ് ആണ്. ദിസ് 3 become significant, so this has 3 significant figures. ഇങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കുന്ന ഒരു റൂൾസ്. അപ്പൊ 5 റൂൾസ് നമ്മൾ നോക്കിയിട്ട് വേണം ഇത് നോക്കാൻ വേണ്ടി. വളരെ സിമ്പിൾ ആണ്. ഇത്രയേ ഉള്ളൂ കാര്യം. നോൺ സീറോ ഡിജിറ്റ്സ് എല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. അത് ഡെസിമൽ പോയിന്റ് മുമ്പാണ്, ഡെസിമൽ പോയിന്റ് ശേഷമാണോ ഒന്നും നോക്കണ്ട. നോൺ സീറോ ഡിജിറ്റ്സ് ഉണ്ടെങ്കിൽ അത് സിഗ്നിഫിക്കന്റ് ആണ്. സീറോയിൽ മാത്രമേ കൺഫ്യൂഷൻ വരുന്നുള്ളൂ. അപ്പൊ അത് സീറോന്റെ കാര്യത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണ് ഇത് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്നത്. സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് കൂടിക്കഴിഞ്ഞാൽ അത് ആ ഇൻസ്ട്രുമെന്റിന്റെ ആക്യുറസിയാണ്, മെഷർമെന്റ് ആക്യുറസിയാണ് അത് കാണിക്കുന്നത്. ഗ്രേറ്റർ ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, ഗ്രേറ്റർ ദ റിലയബിലിറ്റി, അതർവൈസ് ഗ്രേറ്റർ ദി accuracy of the measurement. ഇനി റൗണ്ടിങ് ഓഫ്. നമ്മൾ സാധാരണ ഇപ്പൊ റൗണ്ട് ഓഫ് ചെയ്യാറുണ്ട് ചില നമ്പേഴ്സ്. ഇപ്പൊ ഒരാൾക്ക് മാർക്ക് 40.5 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് 41 എന്ന് എഴുതും. എന്തുകൊണ്ടത് 40.5 എന്ന് എഴുതും, 41 എന്ന് എഴുതുന്നു? എന്തുകൊണ്ട് അത് 40 എന്ന് എഴുതിക്കൂടാ? അല്ലെങ്കിൽ ഇപ്പൊ 40.7 എന്ന് എഴുതാം. നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ നാച്ചുറലി നമ്മൾ 41 എന്ന് എഴുതും. ഈ റൗണ്ടിങ് ഓഫ് എന്താണ്? 40.76 എന്ന് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മൾ 40.8 എന്ന് എഴുതാറുണ്ട്. ഈ ഇങ്ങനത്തെ ഈ ടൈപ്പ് റൗണ്ട്, ഈ പ്രോസസ് എന്താണ്? എങ്ങനെയാണ് ഇത് ഫിഗേഴ്സ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ഒരു. അപ്പൊ ഇത് അത് ആ ഒരു റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുന്ന ചില റൂൾസ് ഉണ്ട്. തോന്നിയ പോലെ റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല, അതിന് ചില റൂൾസ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഡിജിറ്റ്സ് ടു ബി റൗണ്ടഡ് ഓഫ് ആർ ഓൾ റിമൂവ് ടുഗദർ. റൗണ്ട് ഓഫ് ചെയ്യുന്ന ഫിഗേഴ്സ് ഓരോന്നായിട്ടല്ല നമ്മൾ കളയുന്നത്, എല്ലാം കൂടി ഒറ്റയടിക്കാണ് നമ്മൾ കളയുന്നത് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ. ഇപ്പൊ നമ്മളിപ്പോ ഈ അനാലിസിസ് ഒക്കെ നടത്തുമ്പോൾ, വോളിമെട്രിക് അനാലിസിസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ പറയാ സാധാരണ ഡെസിമൽ പോയിന്റിന് ശേഷം 4 ഡിജിറ്റ്സ് കൂടി എഴുതിയാൽ മതി എന്ന് പറയും. നമ്മൾ കാൽക്കുലേറ്ററിൽ എഴുതുമ്പോൾ 12 ഡിജിറ്റ് ഒക്കെ ഉള്ള കാൽക്കുലേറ്റർ ആണെങ്കിൽ അതിൽ 12 ഡിജിറ്റ് വരും. അപ്പൊ നമ്മൾ ഈ 12 ഡിജിറ്റും ഒരിക്കലും നമ്മൾ നോട്ട്ബുക്കിൽ എടുത്ത് എഴുതാറില്ല, നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പൊ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ചില റൂൾസ് ഉണ്ട്. അപ്പൊ അങ്ങനെ എഴുതും 12 ഡിജിറ്റ് ഉള്ള നമ്പർ അതിന് നമ്മൾ 4 ഡിജിറ്റ് ആയിട്ട് കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഓരോന്നായിട്ടല്ലോ നമ്മൾ കുറയ്ക്കുന്നത്. ആദ്യം 11 ഡിജിറ്റ് ഉള്ള നമ്പർ എഴുതും, അത് കഴിഞ്ഞിട്ട് 10 ഡിജിറ്റ് ഉള്ള നമ്പർ എഴുതും, അത് കഴിഞ്ഞ് 9 ഡിജിറ്റ് ഉള്ള നമ്പർ, അങ്ങനെയല്ല എഴുതുന്നത്. എല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ കളയുന്നത്. 12 ഡിജിറ്റ് നോക്കി അവസാനം റൗണ്ട് ഓഫ് ചെയ്ത് അതിന് 4 ഡിജിറ്റ് ഉള്ള ഒരു നമ്പർ ആക്കി നമ്മൾ എഴുതും. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ല ഇത് കളയുന്നത്. കളയുന്ന നമ്പേഴ്സ് ഒറ്റയടിക്ക് എല്ലാം കൂടി ഒരുമിച്ചാണ് കളയുന്നത്. അപ്പൊ ഡിജിറ്റ്സ് ടു ബി റൗണ്ടഡ് ഓഫ് ആർ ഓൾ റിമൂവ്ഡ് ടുഗദർ. അതാണ് ഒരു റൂൾ. സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് ലാസ്റ്റ് ഡിജിറ്റ് retained is not altered if the figure following it is less than 5. നിങ്ങൾ അറിയുന്നത്, നിങ്ങൾ സാധാരണ ചെയ്യുന്ന കേസ് ലാസ്റ്റ് ഡിജിറ്റ് retained is not altered if the figure following it is less than 5. അതായത് നമുക്ക് ഈ റീറ്റെയിൻ ചെയ്യേണ്ട ലാസ്റ്റ് നമ്പർ അത്
അത് നമ്മൾ ഓൾട്ടർ ചെയ്യാതെ ഇരിക്കണമെങ്കിൽ അതിനുശേഷം വരുന്ന നമ്പർ 5ന് താഴെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ റിട്ടേൺ ചെയ്യും, അതിന് ഓൾട്ടർ ചെയ്യില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരാളുടെ മാർക്ക് 40.3 എന്ന് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 40 എന്ന് എഴുതും. അപ്പൊ ഈ 3 എന്ന് പറയുന്നത് 5ൽ താഴെയാണ്. അപ്പൊ നമുക്ക് കളയേണ്ട ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ 5. അപ്പൊ അതുകൊണ്ട് മറ്റേ ലാസ്റ്റ് റിട്ടേൺ ചെയ്യേണ്ട ലാസ്റ്റ് ഡിജിറ്റ്, അതായത് 0, 40.3 ആണല്ലോ. അപ്പൊ നമ്മൾ റിട്ടേൺ ചെയ്യുന്ന 0 എന്ന് പറയുന്നത് അത് നമ്മൾ ഓൾട്ടർ ചെയ്യുന്നില്ല, ബിക്കോസ് അതിനുശേഷം വരുന്ന നമ്പർ 5ൽ താഴെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 40 എന്ന് എഴുതും. And the last, മൂന്നാമത്തെ റൂള്, ലാസ്റ്റ് ഡിജിറ്റ് retained is increased by 1 if the figure following it is greater than 5. അതായത് 5ൽ കൂടിയ നമ്പർ ആണ് വരുന്നതെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഡിജിറ്റിൽ ഒന്നായിട്ട് കൂട്ടും, ഇൻക്രീസ് ബൈ 1. അപ്പോൾ ഇപ്പൊ 40.7 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ 7 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5. സോ യു കാൻ റൈറ്റ് ഇറ്റ് ആസ്, റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 40 എന്ന് എഴുതാൻ പറ്റില്ല. 40.7 റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ആസ് 41, ബിക്കോസ് 0ന് ശേഷം വരുന്ന നമ്പർ 0 ആണ് നമ്മൾ റിട്ടേൺ ചെയ്ത ലാസ്റ്റ് ഡിജിറ്റ്. അതിന് ശേഷം വരുന്ന നമ്പർ is greater than 5, that is 7 in this case. So that 0 is increased by 1. So you write it as 41. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ 5ൽ താഴെയുള്ള ഒരു നമ്പർ ആണ് നമ്മൾ കളയുന്നതെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഡിജിറ്റിനെ റീറ്റെയിൻ ചെയ്യും. 5ൽ കൂടിയ ഒരു നമ്പർ ആണ് നമ്മൾ കളയുന്നതെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് റീറ്റെയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡിജിറ്റിനെ ഒന്നായിട്ട് നമ്മൾ കൂട്ടും. അതാണ്. ഇനി 5 ആണെങ്കിലോ, if it is 5, what happens? Last digit retained is increased by 1 if the figure following it is 5 and at least one of the other digits to be removed is non-zero. ഇനി 5 ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ കളയുന്ന നമ്പർ 5 ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? at least one of the other digits to be removed is non-zero. അതിനുശേഷം 5ന് ശേഷം വരുന്ന ഒരു നോൺ സീറോ ഡിജിറ്റ് നമ്പേഴ്സ്, നമ്മൾ കളയുന്ന 5ന് ശേഷം വരുന്ന ആ നമ്പേഴ്സ് എല്ലാം നമ്പേഴ്സിൽ അറ്റ്ലീസ്റ്റ് ഒരു നോൺ സീറോ ഡിജിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ റീറ്റെയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡിജിറ്റിനെ ഒന്നായിട്ട് നമ്മൾ കൂട്ടും. പക്ഷെ 5ന് ശേഷം വരുന്ന നമ്പേഴ്സ് എല്ലാം 0 ആണെങ്കിൽ, നോൺ സീറോ ഡിജിറ്റ് ഒന്നും ഇല്ലെങ്കിൽ, ദ ലാസ്റ്റ് ഡിജിറ്റ് ഈസ് റീറ്റെയിൻഡ്. അതായത് ഇപ്പൊ 41, എനിക്ക് 2 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യേണ്ട ഒരു നമ്പർ ഇപ്പൊ 41.50000 എന്ന് എഴുതിയിരിക്കും. ഇപ്പൊ 41.5000 എന്ന് പറയുന്നത് ഞാൻ 5ന് ശേഷം വരുന്ന നമ്പേഴ്സ് എല്ലാം 0 ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഞാൻ 41 എന്ന് മാത്രമേ എഴുതുള്ളൂ. പക്ഷെ ഈ കളയുന്ന നമ്പറിന് ശേഷം ഒരു നോൺ സീറോ ഡിജിറ്റ് വരുന്നുണ്ടെങ്കിൽ then the other number is increased by 1. Last number is retained, it's increased by 1. അതായത് 41.5002 എന്ന് വന്നു കഴിഞ്ഞാൽ then I can very well write it as 42. അങ്ങനെ എനിക്ക് എഴുതാം. And the last digit retained is not altered if the figure following it is 5 and all the other digits to be removed are 0. ഞാൻ പറഞ്ഞു ഇതിന്റെ മറ്റൊരു എക്സ്റ്റൻഷൻ is not altered if the figure following it is 5. അതായത് നമ്മൾ റീറ്റെയിൻ ചെയ്യുന്ന നമ്പറിന് ശേഷം വരുന്നത് 5 ആണ്, അതിനുശേഷം വരുന്ന എല്ലാം നോൺ സീറോ, അതിന് ശേഷം വരുന്ന ഏതെങ്കിലും ഒരു നമ്പർ നോൺ സീറോ ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റിനെ ഒന്നായിട്ട് നമ്മൾ കൂട്ടുന്നു. അപ്പൊ ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് ഇവിടെ കുറെ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ റൗണ്ടിങ് ഓഫ് ടു 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ്. ഇതിലെ ഈ എല്ലാ നമ്പേഴ്സിനെ എനിക്ക് 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യണം എന്ന് വിചാരിക്കാം. നമുക്ക് റൗണ്ട് ഓഫ് ടു 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. അപ്പൊ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറയും. ഇപ്പൊ ഇതില് ഈ ഒരു നമ്പറിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. അപ്പൊ നാച്ചുറലി ഓൾ ദീസ് ആർ സിഗ്നിഫിക്കന്റ്. ഇപ്പൊ 1 2 3 4 5 and 6 ഇത് 6 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട് ഈ നമ്പർ. ഇതിനെ എനിക്ക് 3 ആയിട്ട് കുറയ്ക്കണം, 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിട്ട് കുറയ്ക്കണം. അപ്പൊ എനിക്ക് 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ അത് 7 5 8.8 ആയിട്ട് എനിക്ക് കുറയ്ക്കണം. അപ്പൊ 437 എനിക്ക് കളയണം. അപ്പൊ എനിക്ക് കളയണം. അപ്പൊ എനിക്ക് കളയേണ്ട നമ്പർ, ലാസ്റ്റ് കളയേണ്ട നമ്പർ 4 ആണ്. അപ്പൊ ദിസ് 4 is less than 5. അതുകൊണ്ട് ഞാൻ 8 അങ്ങനെ തന്നെ വെക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് റിട്ടൺ ആസ് 75.8. പിന്നെ 8ന് ശേഷം വരുന്ന എനിക്ക് കളയേണ്ട നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്പർ എന്ന് പറയുന്നത് തൊട്ടടുത്ത് വരുന്ന നമ്പർ is less than 5. So I retain 8
അപ്പോൾ 75.8 എന്ന് എഴുതും. ഇനി 59.873 ഇതിനെ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് തന്നെ റൗണ്ട് ഓഫ് ചെയ്യേണ്ട. ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 5 എണ്ണം ഉണ്ട്. 1 2 3 4 5 5 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട്. പിന്നെ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിട്ട് എനിക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അതായത് 59 പോയിന്റ് കഴിഞ്ഞാൽ ഒരു ഡെസിമൽ പ്ലേസ് കൂടി മതി. അപ്പൊ എനിക്ക് 8 വരെ റീറ്റെയിൻ ചെയ്യണം. 5 9 8 ഇത്ര റീറ്റെയിൻ ചെയ്യണം. ഈ 7 3 എനിക്ക് കളയണം. അപ്പൊ 8ന് ശേഷം എനിക്ക് കളയേണ്ട ആദ്യത്തെ ഡിജിറ്റ് ഏതാണ്? 7 ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 5. അതുകൊണ്ട് ഈ 8നെ 1 ആയിട്ട് ഞാൻ കൂട്ടും. സോ ഐ റൈറ്റ് ഇറ്റ് ആസ് 59.9 because the figure following 8 is greater than 5. So I write it as 59.9. ഇനി 68.752 ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട്? 1 2 3 4 and 5. It has 5 significant figures. ഇനി ഇതിനെ എനിക്ക് 3 ആയിട്ട് കുറയ്ക്കണം. 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ആയിട്ട് കുറയ്ക്കണം. അപ്പൊ ഞാൻ എന്ത് എഴുതും? ഇതില് അപ്പൊ 6ഉം 8ഉം 7ഉം എനിക്ക് റീറ്റെയിൻ ചെയ്യണം. ഈ 3 എണ്ണമാണ് എനിക്ക് റീറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് കളയേണ്ട ആദ്യ ഡിജിറ്റ് ഏതാണ്? 5 ആണ്. അപ്പൊ 5ന് ശേഷം അപ്പൊ ഒരു കൺഫ്യൂഷൻ വരും. ദിസ് ഇസ് ഈക്വൽ ടു 5. 5 ആണ്, നോട്ട് ലെസ് ദാൻ 5 or നോട്ട് ഗ്രേറ്റർ ദാൻ 5. ഇറ്റ് ഇസ് ഈക്വൽ ടു 5. അപ്പൊ അങ്ങനെയാണെങ്കിൽ 5ന് ശേഷം ഒരു നോൺ സീറോ ഡിജിറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ അത് 2 ഒരു നോൺ സീറോ ഡിജിറ്റ് ഉണ്ട്. ഈ കേസിൽ അത് 2 ആണ്. അതുകൊണ്ട് ഞാൻ റീറ്റെയിൻ ചെയ്യേണ്ട ലാസ്റ്റ് നമ്പറിനെ 1 ആയിട്ട് ഞാൻ കൂട്ടുന്നു. സോ 68.8 എന്ന് ഞാൻ എഴുതുന്നു. ഇനി നാലാമത്തെ, ഇവിടെ എത്ര സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട്? 1 2 3 4 and 5. ഇവിടെ 5 എണ്ണം ഉണ്ട്. 5 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട്. അപ്പൊ ഇതില് 6ഉം 7ഉം 2 ആണ്. 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ആയിട്ട് റീറ്റെയിൻ ചെയ്യുമ്പോൾ 6ഉം 7ഉം 2 ആണ് എനിക്ക് റീറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് കളയേണ്ട ഇതിന്റെ റീറ്റെയിൻ ചെയ്യേണ്ട നമ്പറിന് തൊട്ടടുത്തുള്ള നമ്പർ അത് 5 ആണ്. അപ്പൊ 5ന് ശേഷം ഒരു നോൺ സീറോ ഡിജിറ്റ് വരുന്നുണ്ടെങ്കിൽ ദെൻ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 67.3. പക്ഷെ 5ന് ശേഷം വരുന്നത് നോൺ സീറോ ഡിജിറ്റ് ഇല്ല, അതിന് പകരം ഒരു 0 ആണ്. അപ്പൊ അതുകൊണ്ട് 67. ഇതിന് ഞാൻ 1 ആയിട്ട് കൂട്ടുന്നില്ല. 67.2 എന്ന് ഞാൻ എഴുതും. 0.3 എന്ന് 67.3 എന്ന് എഴുതരുത്, 67.2 എന്ന് ഞാൻ എഴുതുള്ളൂ. ബിക്കോസ് ഞാൻ കളയേണ്ട ആ നമ്പറിന് ശേഷം വരുന്ന 5 ആണ്. അതിന് ശേഷം വരുന്ന ഒരു നോൺ സീറോ ഡിജിറ്റ് ഒന്നും വരുന്നില്ല. അതെല്ലാം അതിൽ വരുന്ന 0 ആണ്. So I write it at 67.2. ഇനി ഇത് 63.35 ഇതിലെ 4 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ വീണ്ടും എനിക്ക് കളയേണ്ട ആദ്യത്തെ നമ്പർ റീറ്റെയിൻ ചെയ്യേണ്ട 6ഉം 3ഉം 3. കളയേണ്ട നമ്പർ 5 ആണ്. അപ്പൊ ഇതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ശേഷം ഒന്നും വരുന്നില്ല. നമ്പർ 0 അല്ല, നോൺ സീറോ ഡിജിറ്റ് എന്ന് പറയാൻ പറ്റില്ല, അതിലൊന്നും വരുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഐ ഇൻക്രീസ് ദിസ് നമ്പർ ബൈ 1. അപ്പൊ ഐ റൈറ്റ് ഇറ്റ് ആസ് 63.4 എന്ന് ഞാൻ എഴുതുന്നു. ഇനി ഇതില് ഈ നമ്പർ ലാസ്റ്റ് വൺ ഇറ്റ് ഹാസ് 4 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ്. So if I had reduced to 3 significant digits, I had to retain 5, 3 and 6. So last digit to retain in this case 6, and figure following it is in this case 8, which is greater than 5. So naturally I can write it as 53.7. ഇങ്ങനെയാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നത്. സാധാരണ നിങ്ങൾ ഓർക്കാതെ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കേസാണ്. ഈ റൂളൊന്നും നമ്മൾ നോക്കുന്നില്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു കേസ് തന്നെയാണ്. അപ്പൊ ഇങ്ങനെയാണ് റൂൾസ്. ഇതാണ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ. ഇതിന് 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യാനാണ് പറഞ്ഞത്. അതുകൊണ്ട് 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ആയിട്ട് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നു. ഇനി 2 ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ കേസിൽ റൗണ്ട് ഓഫ് ചെയ്യുന്നത് 7 5 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ 5 9 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അത് നോക്കണം. എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിട്ടാണ് റൗണ്ട് ഓഫ് ചെയ്യുന്നത്, അതിന് തൊട്ടടുത്ത് വരുന്ന നമ്പർ നോക്കിയിട്ടാണ് നമ്മൾ അത് ഒന്ന് കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ നമ്മൾ നോക്കുന്നത്. ഇതിനെയാണ് റൗണ്ടിങ് ഓഫ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് അതിൽ ചിലപ്പോൾ സിഗ്നിഫിക്കന്റ് ഫിഗർ ഈ 2 ഡിജിറ്റ്സിലും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഒരെണ്ണത്തില് 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിരിക്കും, മറ്റേതിൽ 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ആയിരിക്കും. ഇവര് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ആൻസറിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നത്തിൽ 2 മറ്റേതിൽ 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ആണ്. അപ്പൊ ഈ 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ ഉത്തരം എന്തായിരിക്കണം, എത്ര സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉള്ള ആൻസർ ആയിരിക്കണം അത്. അപ്പൊ അത് മെഷർമെന്റിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതാണ് നമ്മുടെ മറ്റൊരു റൂൾ. അപ്പൊ അതില് ആദ്യത്തെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിൽ ഒരു റൂള്, അഡീഷൻ സബ്ട്രാക്ഷനിൽ മറ്റൊരു റൂളാണ്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷനിൽ
For multiplication and division, the number of significant figures in the result is the same as in the least precise measurement. അതായത് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിലെല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എന്ന് പറയുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടോ അത്രയും തന്നെയായിരിക്കണം നമ്മുടെ ആൻസറിലും എഴുതേണ്ടത്. അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 2 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ഉള്ള ഒരു നമ്പറും 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ഉള്ള ഒരു നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്റെ ആൻസറിൽ 2 സിഗ്നിഫിക്കന്റ് ഡിജിറ്റേ ഉണ്ടാകാൻ പാടുള്ളൂ. ആൻസറിൽ 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് എഴുതാൻ പാടില്ല. അതിലെ ലീസ്റ്റ് പ്രിസൈസ് മെഷർമെന്റ് ഏതാണോ അതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ഉണ്ടോ അത് തന്നെ എനിക്ക് ഉത്തരത്തിൽ എഴുതാൻ പറ്റുള്ളൂ. അതായത് കൂടുതൽ പ്രിസൈസ് വാല്യൂ എത്ര സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട് എന്ന് നോക്കിയിട്ടല്ല, ലീസ്റ്റ് പ്രിസൈസ് എത്ര സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട് അത് എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 2 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ഉള്ള ഒരു നമ്പറും 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ഉള്ള മറ്റൊരു നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്റെ ഉത്തരത്തിൽ 2 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ഉണ്ടാകാൻ പാടുള്ളൂ, 3 ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതാണ് ഇതിന്റെ കേസ്. ഓക്കെ, ഇനി അഡീഷൻ സബ്ട്രാക്ഷന്റെ റൂൾ. അഡീഷൻ സബ്ട്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന റൂൾ എന്ന് പറയുന്നത് റിസൾട്ട് ഓഫ് അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ cannot contain more digits to the right of the decimal than the least number of such digits that are present in any of the number being added or subtracted. വായിക്കുമ്പോൾ കോംപ്ലക്സ് ആയിട്ട് തോന്നും, വേറെ ഒന്നുമില്ല. അഡീഷൻ സബ്ട്രാക്ഷനിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന റൂൾ എന്ന് പറയുന്നത് ഇപ്പൊ 2 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ഉള്ള നമ്പറും 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ഉള്ള മറ്റൊരു നമ്പറും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ആഡ് ചെയ്യും അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്ന, അതായത് ഡെസിമൽ പോയിന്റ് റൈറ്റിൽ ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ അതിന്റെ റൈറ്റില് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് എന്ന് നോക്കാം. അപ്പൊ ഇതില് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റ് റൈറ്റില് ഏറ്റവും കുറഞ്ഞ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉള്ള ഇതാണ് നമ്പറിലുള്ള സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ആണ് നമ്മൾ ആൻസറിലും നമ്മൾ എഴുതേണ്ടത്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിൽ വേറെ പ്രശ്നമൊന്നുമില്ല. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിൽ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ ഇതിൽ ലീസ്റ്റ് പ്രിസൈസിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടോ അത് തന്നെയാണ് നമ്മൾ ഉത്തരത്തിൽ എഴുതേണ്ടത്. പക്ഷെ അഡീഷൻ സബ്ട്രാക്ഷനിൽ ഡെസിമൽ പോയിന്റിന് ശേഷം ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ അത് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. വാല്യൂ ആയിട്ട് എത്ര എണ്ണമാണോ അതാണ് നമ്മൾ വാല്യൂ ആയിട്ട് എഴുതേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ 3 ഡിജിറ്റ്സ് എനിക്ക് ആഡ് ചെയ്യണം. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ 42.71 ഗ്രാം, 9.643 ഗ്രാം, 8.0 ഗ്രാം നോക്കിക്കഴിഞ്ഞാല് 42.71 ഇതിലെ 4 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട്. ഇതിലെല്ലാം സിഗ്നിഫിക്കന്റ് ആണ്. 9.643 it has also 4 significant figures, whereas this one 8.0 this has only 1 significant figure. ഇതിൽ ഒറ്റ സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് ഇതിൽ ഉള്ളത്. അപ്പൊ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്, ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറലി ഐ വിൽ ബി ഗെറ്റിംഗ് ആൻ ആൻസർ. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 60.353 എന്ന് ഞാൻ എഴുതും. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എഴുതുന്ന ആൻസർ 60.353 ആണെങ്കിലും ഇതിൽ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഐ ബി റൈറ്റിംഗ് ആസ് 60.4 എന്ന് ഞാൻ എഴുതുള്ളൂ. കാരണം ഇതില് ഡെസിമൽ പോയിന്റ് ശേഷം ഒരു ഒറ്റ പൂജ്യം ഉള്ളൂ, അതായത് അഡീഷൻ ആണ്. അപ്പൊ ഇത് ഈ കേസിൽ ഡെസിമൽ പോയിന്റ് ശേഷം 2 എണ്ണം ഉണ്ട്, ഇതിന് ഡെസിമൽ പ്ലേസിന് ശേഷം 3 എണ്ണം ഉണ്ട്, ഇത് ഡെസിമൽ പ്ലേസ് കഴിഞ്ഞ് ഒരേ നമ്പർ ഉള്ളൂ. അപ്പോൾ എന്റെ ഉത്തരത്തിലും റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റിന് ശേഷം ഒരു ഒറ്റ നമ്പറായി ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ 3.353 എന്ന് എഴുതരുത്. നമ്മൾ എഴുതുമ്പോൾ ഡെസിമൽ പോയിന്റിന് ശേഷം ഒരു ഒറ്റ നമ്പറെ നമ്മൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഇവിടെ 2 എണ്ണം ഡെസിമൽ പോയിന്റിന് ശേഷം 2 എണ്ണം, ഡെസിമൽ പോയിന്റ് ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ ഡെസിമൽ പ്ലേസിന് ഒറ്റ നമ്പർ ഉണ്ട്. അപ്പൊ ലീസ്റ്റ് ഇതാണ് ഡെസിമൽ പോയിന്റിന് ശേഷം ഇതിൽ ഒറ്റ നമ്പർ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ആൻസറിലും ഡെസിമൽ പോയിന്റിന് ശേഷം ഒരു ഒറ്റ നമ്പറെ ഇൻറ്റിജറെ ഉണ്ടാവാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ
4.56 grams minus 0.021 grams എന്നാണ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇതിൽ ഡെസിമൽ പോയിന്റിന് ശേഷം 2 നമ്പർ വരുന്നുണ്ട്, ഇത് ഡെസിമൽ പോയിന്റിന് ശേഷം 3 നമ്പർ വരുന്നുണ്ട്. അപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കാൽക്കുലേറ്ററിൽ എനിക്ക് 4.539 എന്ന് വരും. പക്ഷെ എഴുതുമ്പോൾ ഇതായിരിക്കും, ഇതില് ഡെസിമൽ പോയിന്റ് ശേഷം 2 നമ്പറേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഉത്തരത്തിൽ ഡെസിമൽ പോയിന്റ് ശേഷം 2 നമ്പറേ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. ഈ മൂന്നാമത്തെ നമ്പർ എനിക്ക് എഴുതാൻ പറ്റില്ല. പക്ഷെ അവിടെ റൗണ്ട് ഓഫ് ചെയ്യും, കാരണം എനിക്ക് റീറ്റെയിൻ ചെയ്യേണ്ട നമ്പർ 3, അതിന് ശേഷം വരുന്ന 9 ആയതുകൊണ്ട് ഇതിനെ ഞാൻ എന്തായിട്ട് കൂട്ടും, ഒരെണ്ണമായിട്ട് കൂട്ടും. അപ്പൊ 4.54 ഉണ്ട്. ഇവിടെ അതേപോലെ തന്നെ 60 പോയിന്റ് ശേഷം ഒറ്റ നമ്പർ എനിക്ക് എഴുതാൻ പറ്റും. അപ്പൊ 3 വരെ എനിക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ 3ന് ശേഷം കളയേണ്ട നമ്പർ വരുന്നത് 5 ആണ്. 5ന് ശേഷം വരുന്ന ഒരു 3 ആണ്, നോൺ സീറോ. അപ്പൊ അതുകൊണ്ട് ഞാൻ 60.4 എന്ന് ഞാൻ എഴുതും. ഇവിടെ അതേപോലെ. ഇനി മൾട്ടിപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ലീസ്റ്റ് പ്രിസൈസ് മെഷർമെന്റിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ടോ അത് തന്നെയാണ് എനിക്ക് എഴുതേണ്ടത്. അപ്പൊ ഇത് മൾട്ടിപ്ലിക്കേഷനിൽ ഇതിന് 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട്, ഇതില് 1 2 3 4 5 5 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട്. അപ്പൊ ഇതില് 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ഉള്ള നമ്പറും 5 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് ഉള്ള മറ്റൊരു നമ്പറും കൂടിയാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ എന്റെ ഉത്തരത്തില് 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇതിൽ 3 എണ്ണം ഉള്ളൂ. അപ്പൊ എന്റെ ഉത്തരത്തിലും ആൻസറിലും 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് എനിക്ക് വരാൻ പാടുള്ളൂ. നാച്ചുറലി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്ററിൽ ഇങ്ങനത്തെ ഒരു ഉത്തരം വരും, 1.730355 എന്ന് വരും. പക്ഷെ എന്റെ ഉത്തരത്തില് ഇതാണ് ലീസ്റ്റ് പ്രിസൈസ്, ബിക്കോസ് ഇറ്റ് ഹാസ് ഓൺലി 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ്. അപ്പൊ എന്റെ ആൻസറിൽ 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് എനിക്ക് വരാൻ പാടുള്ളൂ. അപ്പൊ അതെന്ത് എഴുതും, ഐ റൈറ്റ് ഇറ്റ്. അപ്പൊ 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ 1, 7 and 3 ഷുഡ് ബി റീറ്റെയിൻഡ്. എനിക്ക് കളയേണ്ടത് 0355 ആണ്. അപ്പൊ 3ക്ക് ശേഷം റീറ്റെയിൻ ചെയ്യേണ്ട 3 ആണ്, അതിന് ശേഷം വരുന്നത് 0 ആയതുകൊണ്ട് ഞാൻ 3 അങ്ങനെ തന്നെ എഴുതുന്നു. സോ റൈറ്റ് ഇറ്റ് ആസ് 1.73 എന്ന് എഴുതുന്നു. പിന്നെ 5.27 നാനോമീറ്റർ ബൈ 12 എന്ന് എഴുതി കഴിഞ്ഞാൽ ഡിവിഷൻ, ഇതിൽ 3 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട്. പക്ഷെ ഈ 12 എന്ന് പറയുന്നതിൽ 2 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉള്ളൂ. അപ്പൊ എന്റെ ഉത്തരത്തിലും 2 സിഗ്നിഫിക്കന്റ് ഡിജിറ്റേ വരാൻ പാടുള്ളൂ. അപ്പോ കാൽക്കുലേറ്ററിൽ എനിക്ക് 0.439 എന്ന് എഴുതും, പക്ഷെ അതിൽ 2 ആയിട്ട് എനിക്ക് റൗണ്ട് ഓഫ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ 4ഉം 3യും റീറ്റെയിൻ ചെയ്യും. കളയേണ്ട നമ്പർ 9 ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 5. അപ്പൊ അതുകൊണ്ട് 3യെ ഞാൻ 1 ആയിട്ട് കൂട്ടുന്നു. സോ 0.44 എന്ന് ഞാൻ എഴുതുന്നു. ഇതാണ് റൗണ്ടിങ് ഓഫ് എന്ന് പറയുന്ന കേസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മെഷർമെന്റ്സ് നമ്മൾ ചെയ്യും. ഈ റൗണ്ടിങ് ഓഫ് ഇതെല്ലാം ഈ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിനെ നോക്കിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ആൻസർ എഴുതേണ്ടത്. സയന്റിഫിക് റൂള് ഇതാണ്. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ ഇമ്പോർട്ടൻസ്. സിഗ്നിഫിക്കന്റ് ഫിഗർ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട് എന്ന് ചോദിക്കും. നിങ്ങൾ +2 +1 നോക്കുന്ന പഠിക്കുന്ന കാര്യമാണ് ഈ സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ. ഈ കാര്യങ്ങളൊക്കെ ഒരു ഡിജിറ്റിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്ന് കണ്ടുപിടിക്കാനും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, അതെല്ലാം നിങ്ങൾ +1 പഠിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ കാര്യം, റൗണ്ടിങ് ഓഫ്. ബാക്കി കാര്യങ്ങൾ ഒക്കെ നമ്മൾ പറയേണ്ടത്. പിന്നെ സയന്റിഫിക് ആൻഡ് പ്രീഫിക്സ് നൊട്ടേഷൻ എന്ന് പറയുന്നത്, ഈ അതായത് പ്രീഫിക്സ് നൊട്ടേഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയ നമ്പേഴ്സിനെ അല്ലെങ്കിൽ വളരെ വലിയ നമ്പേഴ്സിനൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ സബ് മൾട്ടിപ്പിൾസ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ. മൈക്രോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻⁶, മില്ലിമീറ്റർ 10⁻⁻3. അപ്പോൾ അങ്ങനത്തെ ഒക്കെ നമ്പേഴ്സിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഇതാണ് ഈ 10ന്റെ പവേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന രീതി. അപ്പൊ സയന്റിഫിക് എക്സ്പ്രസിംഗ് ടു എക്സ്പ്രസ് വെരി സ്മോൾ ഓർ വെരി ലാർജ് നമ്പേഴ്സ്. സോ ദേ ആർ മോർ അണ്ടർസ്റ്റാൻഡബിൾ, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതായത് 0.000012 എന്ന് എഴുതുന്നതിനെക്കാട്ടും എത്ര എളുപ്പമാണ് 1.2 × 10⁻⁻6 എന്ന് എഴുതുന്നത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. പക്ഷെ നേരെ മറിച്ച് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 10ന്റെ പവേഴ്സ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു സിംപ്ലിഫൈ ആവും ഉത്തരം. ഇത് നോക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് വേണ്ടി ഇതെന്ത് ഉത്തരം നമുക്ക് തോന്നും. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ദിസ് ഇസ് മോർ ഈസി ടു അണ്ടർസ്റ്റാൻഡ്. മെട്രിക്സ് ഇസ് എ നെയിം ഓൾസോ സിമ്പിൾ. അപ്പൊ ഇതിന്റെ ചിലപ്പോൾ ഇങ്ങനെ ഇപ്പൊ പവറിന്റെ രീതിയിൽ എഴുതാതെ ഒരു സിമ്പിൾ നമ്മൾ കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ 0.001 നമ്മൾ 1 × 10⁻⁻6 എന്ന് എഴുതും. ഇതിനെ 10⁻⁻6 മൈക്രോ എന്ന് നമ്മൾ പറയാം. അപ്പൊ നമ്മൾ മൈക്രോ എന്ന് പറയുന്ന ഒരു നൊട്ടേഷൻ കൊടുക്കും. ബട്ട് ഇങ്ങനെ മൈക്രോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 10⁻⁻6 ആണ്. കിലോ എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. ഗിഗ എന്ന് പറഞ്ഞാൽ 10⁻6 ആണ്.
ആംസ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁹ ആവും എന്ന് നമുക്ക് നേരത്തെ അറിയണം. അപ്പൊ അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻറ്റ്. ഈ സയന്റിഫിക് അല്ലെങ്കിൽ പ്രിഫിക്സ് നൊട്ടേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ സിമ്പിൾസ് കൊടുക്കുന്നത് വളരെ ചെറിയ നമ്പേഴ്സ് അല്ലെങ്കിൽ ലാർജ് നമ്പേഴ്സിനെ നമ്മൾ 10ന്റെ പവേഴ്സ് ആയിട്ട് എഴുതും. എന്നിട്ട് അതിനെ നമ്മൾ ഒരു നൊട്ടേഷൻ നമ്മൾ കൊടുക്കും 10ന്റെ പവറിന്. അതിനെയാണ് നമ്മൾ പ്രിഫിക്സ് നൊട്ടേഷൻ. അതിനൊരു റൂൾ ഉണ്ട്. അപ്പൊ അതാണ് ഇത് സയന്റിഫിക് അല്ലെങ്കിൽ പ്രിഫിക്സ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു ടൈം ആയി. ഐ തിങ്ക് വി വിൽ സ്റ്റോപ്പ് ഹിയർ. അപ്പൊ ഇതാണ്